2016-17 സീസൺ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ദൗത്യം പരിശീലകൻ യൂഗൻ ക്ലോപ്പിനെ ലിവർപൂൾ ഏൽപ്പിച്ച് 2 വർഷം പൂർത്തിയാകുന്നു. 1992-ൽ പ്രീമിയർ ലീഗ് എന്ന തലത്തിലേക്ക് ഇംഗ്ലണ്ട് മാറിയതിനു ശേഷം ഒരിക്കലും ഇംഗ്ലീഷ് ലീഗ് നേടാനായില്ലെന്നത് ക്ലബ്ബ് ഉടമകളെയും ആരാധകരെയും ഒന്നടങ്കം ആശങ്കയിലാക്കുന്ന കാലം. മുന്നേറ്റ നിരയിൽ സാദിയോ മാനയോടും ഫിർമീനക്കുമൊപ്പം അത്ര നല്ല ഫോമിലല്ലാതിരുന്ന 25-കാരനായ ഈജിപ്തുകാരൻ മുഹമ്മദ് സലായെ ക്ലോപ്പ് പരിഗണിക്കുന്നത് ആ സമയത്താണ്. ചെൽസിക്ക് വേണ്ടിയും മറ്റും 3 വർഷത്തിനുള്ളിൽ കേവലം 37 ഗോളുകൾ മാത്രം നേടിയ സലായെ ലിവർപൂളിൻ്റെ മുന്നേറ്റ നിരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ക്ലബ്ബും ആരാധകരും ആശങ്കപ്പെട്ടു. എന്നാൽ വരും കാലത്ത് ആൻഫീൽഡിലെ ഷെൽഫിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന കിരീടങ്ങളിലേക്കുള്ള ഇടംകാലം ഷോട്ടുകളായി തൻ്റെ തീരുമാനം മാറുമെന്ന് ക്ലോപ്പ് അന്നേ ഉറപ്പിച്ചിരുന്നു. അതുവരെ തങ്ങളുടെ പഴയകാല ഗൃഹാതുരത്വ ഓർമ്മകൾ ജീവിക്കേണ്ടി വന്നിരുന്ന ക്ലബിൻ്റെ മറ്റൊരു യുഗത്തിലേക്കുള്ള തുടക്കമായിരുന്നു ആ സൈനിങ് എന്നത് പിന്നീട് ചരിത്രം. തുടക്ക സീസണിൽ തന്നെ 44 ഗോളുകളും 16 അസിസ്റ്റുകളുമായി ഗ്രൗണ്ടുകളും ഗാലറികളും കയ്യേറിയ സല പെട്ടെന്ന് തന്നെ ആരാധകരുടെ പ്രിയപ്പെട്ട കിങ് സലായായി മാറി. 10 ഗോളുകളും 4 അസിസ്റ്റുകളുമായി ആ സീസണിൽ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് ലിവർപൂളിനെ ആനയിക്കുമ്പോൾ കോച്ച് ക്ലോപ്പും ലോകത്തോട് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. 440 കളികളിൽ 257 ഗോളുകളും 122 അസിസ്റ്റുകളുമായി ലിവർപൂളിൻ്റെ എക്കാലത്തെയും ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്തേക്കാണ് മുഹമ്മദ് സല ഓടിക്കയറിയത്. പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഗോൾ സ്കോർ ലിസ്റ്റിൽ 4-ാമനായും സല ഇടം നേടി. ചാമ്പ്യൻസ് ലീഗ്, 2 പ്രീമിയർ ലീഗ് ഉൾപ്പെടെ 9 മേജർ ട്രോഫികൾ ക്ലബിനായി നേടിക്കൊടുത്ത് തലയെടുപ്പോടെ ആ ഇതിഹാസം ഇന്നലെ ലിവർപൂളിനോട് വിട പറഞ്ഞു. ക്ലബിനെ പഴയ രാജകീയ ലിവർപൂളാക്കുക എന്ന തന്നെ ഏൽപ്പിച്ച ഭാരിച്ച ഉത്തരവാദിത്വം നിറവേറ്റിയാണ് ഇന്നലെ സല ആൻഫീൽഡ് പടവുകൾ തിരിച്ചിറങ്ങിയത്. ക്ലബിനോട് കൂടിയുള്ള അവസാന മത്സരത്തിൽ ഒരു അസിസ്റ്റും കൂടി സമ്മാനിച്ച് 1 പതിറ്റാണ്ടിനടുത്തുള്ള തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ സല നിറകണ്ണുകളോടെ സ്റ്റേഡിയത്തിന് അഭിവാദ്യം ചെയ്തത് ലിവർപൂളിനെ നെഞ്ചിലേറ്റുന്ന ലോകത്താകമാനമുള്ള ആരാധകർക്ക് പൊട്ടിക്കരയാതെ കണ്ടു നിൽക്കാനായില്ല. അതാണ് അവർക്ക് സല. അതെ, സലായെ സലായാക്കിയ ലിവർപൂളും ലിവർപൂളിനെ ലിവർപൂളാക്കിയ സലായും. അതാണ് സലായും ലിവർപൂളും തമ്മിലുള്ള ബന്ധം. യൂഗൻ ക്ലോപ്പിൻ്റെ പിടിവാശിക്ക് മുമ്പിൽ ക്ലബ്ബ് കണ്ടെത്തിയ മാണിക്യം.